ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും രതീഷ് ഔട്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രതീഷ് പുറത്തായിരിക്കുന്നത്? രതീഷ് സ്വയമായി പുറത്തേക്ക് പോയതാണോ അതോ ബിഗ് ബോസ് രതീഷിനെ പുറത്താക്കിയതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള മറുപടി ഇപ്പോൾ പുറത്തു വരുന്നു. രതീഷ് കഴിഞ്ഞ ദിവസം സുരേഷിനെ ഗേ എന്ന് പരാമർശിച്ചു. ആ പരാമർശത്തോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും രതീഷിന് പടിയിറങ്ങേണ്ടി വന്നിരിക്കുന്നത്. സുരേഷ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സുരേഷിനെതിരായിട്ട് ഇങ്ങനൊരു പരാമർശം നടത്തിയപ്പോൾ പല മേഖലകളിൽ നിന്ന് അതിനെതിരായിട്ട് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ രതീഷിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആരാണ് കേസ് കൊടുത്തത് എന്നറിയില്ല. ഒരുപക്ഷെ സുരേഷിൻ്റെ വീട്ടിൽ നിന്നായിരിക്കാം ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ അയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രതീഷിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. രതീഷ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സത്യത്തിൽ ബിഗ് ബോസിനുള്ളിൽ സംഭവിക്കുന്നത്? അതിന് അധികമൊന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒറ്റ രാത്രിയിൽ രതീഷ് ജയിലിനകത്തേക്ക് പോയപ്പോൾ ബിഗ് ബോസ് വീട് എന്തായിരുന്നു എന്നുള്ളത് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം അത്രമാത്രം ശോകമായിരുന്നു അവിടെയുള്ള അന്തരീക്ഷം. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം രതീഷ് തന്നെ അതിനെക്കുറിച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞു. നമ്മൾ രണ്ടാൾ ജയിലിൽ പോയി. ജയിലിൽ പോയതിനു ശേഷം ഇവിടെയുള്ള ബാക്കി 17 ആൾക്കാരും ഒരുമിച്ചിരുന്ന് കുശലം പറയുകയും കിടന്നുറങ്ങുകയും ചെയ്തു. അതിനപ്പുറത്ത് ഒരു ഗെയിമും ആർക്കും അവിടെ ഉണ്ടായിരുന്നില്ല. അവരെ മണ്ടന്മാർ എന്നാണ് രതീഷ് വിശേഷിപ്പിച്ചത്. ഗെയിം കളിക്കണമായിരുന്നു. രതീഷ് ഇല്ലാത്ത സ്ഥാനത്ത് ആ സ്പേസിൽ അവിടെ സ്കോർ ചെയ്യുവാൻ ഒരാൾ പോലും തയ്യാറായില്ല. അപ്പോൾ അയാൾ തന്നെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റർ. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരൊറ്റ ആഴ്ച മാത്രമാണ് അയാൾ ആ വീട്ടിനകത്ത് നിലനിന്നത്. പക്ഷേ ആ ഒരാഴ്ച അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും കോണ്ടന്റുകളുടെ പ്രളയമായിരുന്നു. രതീഷിന്റെ ഗെയിം നെഗറ്റീവ് ഗെയിം തന്നെയായിരുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ അയാൾ അനേകരുടെ ഹൃദയത്തിൽ ഒറ്റയാഴ്ച കൊണ്ട് സ്ഥാനമുറപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാത്രവുമല്ല, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. രാവിലെ സമയത്ത് മുഴങ്ങുന്ന സംഗീതത്തിനൊപ്പം അയാൾ ചെയ്യുന്ന നൃത്തങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ മനോഹരമായി ഡാൻസ് ചെയ്യുന്ന ഒരാൾ, നന്നായി പാടുകയും നന്നായി ആക്ട് ചെയ്യുകയും എന്തിനും ഏതിനും റെഡിയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിനകത്ത് അയാൾ നിന്നിരുന്നുവെങ്കിൽ ഇക്കുറി ബിഗ് ബോസിന് അത് ചാകരയായി മാറുമായിരുന്നു. പക്ഷെ എന്തു ചെയ്യാനാ, രതീഷിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ അദ്ദേഹത്തിന്റെ നാവ് തന്നെ അയാൾക്കിപ്പോൾ ശാപമായി മാറിയിരിക്കുകയാണ്. രതീഷിനെ ട്രോളിയവരും രതീഷിനെ നിരന്തരം കുറ്റം പറഞ്ഞവരും രതീഷിനെ അതിനകത്തൊന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞവരുമൊക്കെ വരുന്ന ദിവസങ്ങൾ മുതൽ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളുടെ കളികൾ കണ്ടിട്ട് ബോറടിക്കുന്നു എന്ന് തീർച്ചയായിട്ടും പറയും. കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതാണ്. എന്തായാലും നിർഭാഗ്യം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സുരേഷ് ഗേ ആണ് എന്ന് രതീഷ് വിളിച്ചു പറഞ്ഞു. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ സകല മനുഷ്യരും കേൾക്കെ പരസ്യമായിട്ട് സുരേഷ് രതീഷിനെ കുറിച്ച് പറഞ്ഞത് അവൻ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തി എന്നുള്ളതാണ്. ഗേ എന്ന വാക്ക് അയാൾ ഉപയോഗിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെയല്ലേ? സുരേഷും ഗേ ആണ്, രതീഷും ഗേ ആണ് എന്നുള്ളതല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നത്? ഇവിടെ രതീഷിന് വേണ്ടി സംസാരിക്കുവാനും കേസ് കൊടുക്കുവാനും ആരുമില്ലാത്തത് കൊണ്ട് രതീഷിന് അവിടെ തുടരുവാൻ കഴിയില്ല. ഇന്ന് റോക്കി പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണ്. അതായത് കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് കേഴുന്ന രതീഷിന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും അതേ തെറ്റ് ചെയ്ത ജാസ്മിന് കൃത്യമായി ഭക്ഷണം കൊടുക്കുകയും ചെയ്ത ഗബ്രി മാസാണ്, ഹീറോയാണ് എന്ന് പറഞ്ഞപ്പോൾ നീ സീറോയാണ് എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഇവിടെ പലർക്കും പല നിയമങ്ങളാണ്. രണ്ടുപേരും ഒരേ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ടാൾക്കാർക്കും നിയമങ്ങൾ രണ്ടാണ്. സൗഹൃദ സംഭാഷണത്തിനിടയിൽ അൻസിബയോട് രതീഷ് തൻ്റെ ഹൃദയത്തിൽ തോന്നിയത് അങ്ങ് വിളിച്ചു പറഞ്ഞുപോയി. അൻസിബ ഇത്ര വലിയ ഒരു 8ന്റെ പണി കൊടുക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും രതീഷ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതെ, രതീഷ് ഇപ്പോൾ പുറത്താകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരി അൻസിബയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും അധികം ബിഗ് ബോസിൽ സംസാരിച്ച വ്യക്തിയെ ബിഗ് ബോസിനകത്ത് അങ്ങനെ സംസാരിക്കാറേ ഇല്ലാത്തൊരു വ്യക്തി സംസാരിച്ച് പുറത്താക്കിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏത് രീതിയിലാണ് മുൻപോട്ട് നീങ്ങുന്നത് എന്ന് കാണുവാൻ വേണ്ടി. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.